DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 6 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കിഴക്കൻ മഴയ്ക്ക് സാധ്യതയെന്ന് അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയായിരിക്കും മഴ ലഭിക്കുക. മലയോര മേഖലകളിലായിരിക്കും മഴ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, ടോൾ പ്ലാസകളിൽ ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ ചട്ട ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ്. UPI വഴിയാണ് പണം അടക്കുന്നതെങ്കിൽ ടോൾ നിരക്കിന്റെ 25% പിഴയായി അടച്ചാൽ മതിയാകുമെന്നാണ് ഭേദഗതി. നേരത്തെ പണമായി ടോൾ നൽകുന്നവരും UPI ഇടപാടുകാരും ഇരട്ടിത്തുക നൽകേണ്ടിയിരുന്നു. ഭേദഗതിയിലൂടെ നിരക്കിന്റെ 75% ലാഭിക്കാം. പുതിയ ചട്ടം നവംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരും. ടോൾ പിരിവ് വേഗത്തിലാക്കി ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയ്ക്കുവാനും സുതാര്യത ഉറപ്പാക്കുവാനുമാണ് നീക്കമെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം അറിയിച്ചു. അടുത്ത അറിയിപ്പ്, ആധാർ കാർഡിന്റെ നിർബന്ധിത പുതുക്കലിന് ചുമത്തിയിരുന്ന ഫീസ് 1 വർഷത്തേക്ക് ഈടാക്കേണ്ടെന്ന് UIDAI തീരുമാനിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 1 മുതൽ 1 വർഷത്തേക്കാണ് ഫീസ് ഒഴിവാക്കുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ആധാർ കാർഡ് എടുക്കുമ്പോൾ വിരലടയാളമടക്കം ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടുത്താറില്ല. 5 വയസ്സെത്തുമ്പോൾ ഇവ ഉൾപ്പെടുത്തണം. 15 വയസ്സെത്തുമ്പോൾ ഒരിക്കൽ കൂടി പുതുക്കണം. 5-7 വയസ്സിനിടയിലും 15-17 വയസ്സിനിടയിലും ബയോമെട്രിക് വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് ഫീസില്ല. ഈ പ്രായപരിധിക്ക് ശേഷമാണ് 125 രൂപ വീതം ഈടാക്കുന്നത്. ഈ ഫീസാണ് ഇപ്പോൾ 1 വർഷത്തേക്ക് ഒഴിവാക്കിയത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വന്നിരിക്കുകയാണ്. ഇനി മുതൽ റേഷൻ കടകൾ രാവിലെ 9 മണിക്കാകും തുറക്കുക. നിലവിൽ രാവിലെ 8 മണി മുതലായിരുന്നു റേഷൻ കടകളുടെ പ്രവർത്തനം. എന്നാൽ റേഷൻ വ്യാപാരികളുടെ എതിർപ്പ് ശക്തമായതോടെയാണ് സമയക്രമം മാറ്റാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറങ്ങി. ഇനി മുതൽ റേഷൻ കടകൾ രാവിലെ 8-ന് പകരം 9 മണിക്ക് തുറക്കും. രാവിലെ 9 മുതൽ 12 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാണ് പ്രവർത്തിക്കുക. 2023 മാർച്ച് 1-ന് പരിഷ്കരിച്ച സമയക്രമം അനുസരിച്ച് രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 4 മുതൽ 7 വരെയുമാണ് റേഷൻ കടകൾ പ്രവർത്തിച്ചിരുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കടക്കം റേഷൻ സാധനങ്ങൾ തൊഴിൽ നഷ്ടം കൂടാതെ വാങ്ങാനാവുമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ സമയം നിശ്ചയിച്ചത്. എന്നാൽ ഇതിനെതിരെ റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. 3 മാസം മുമ്പ് ഭക്ഷ്യമന്ത്രി GR അനിൽ സമയമാറ്റം സംബന്ധിച്ച് റേഷൻ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയെങ്കിലും ഉത്തരവ് ഇറങ്ങിയിരുന്നില്ല. അതോടൊപ്പം റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരറിയിപ്പ്, BPL മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറുവാനുള്ള അപേക്ഷ ഇപ്പോൾ നൽകുവാൻ സാധിക്കും. 20-ാം തീയതി വരെയാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽപ്പെടാത്ത മുൻഗണനേതര റേഷൻ വിഭാഗങ്ങളിൽപ്പെട്ട നീലവെള്ള റേഷൻ കാർഡുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി സിറ്റിസൺ ലോഗിനിലൂടെയും അപേക്ഷിക്കുവാൻ കഴിയുക. റേഷൻ കാർഡ്, BPL സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. നീലവെള്ള കാർഡിൽ നിലവിൽ ഉൾപ്പെട്ടിരിക്കുന്ന പിങ്ക് കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക. അത്തരത്തിൽ അപേക്ഷിച്ച് BPL കാർഡ് ലഭിച്ചാൽ സൗജന്യ റേഷൻ ഇവർക്കും ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.